ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ശവസംസ്കാര ചടങ്ങിനായി മൃതദേഹങ്ങൾ ഒരുക്കുന്ന ഏലിയറ്റ് എന്ന ഡീക്കനെയാണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഏലിയറ്റ് ആ ഒരു മൃതദേഹത്തോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് തൻ്റെ കാമുകനായ പോളുമായി ബന്ധപ്പെടുന്ന അന്ന എന്ന സ്കൂൾ ടീച്ചറെയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അന്ന അത്രയ്ക്ക് സന്തോഷമൊന്നും കാണിച്ചിരുന്നില്ല. ശേഷം അന്ന അവിടെ നിന്നും ജോലിക്കായി സ്കൂളിലേക്ക് പോവുകയാണ്. ജാക്ക് എന്ന വിദ്യാർത്ഥിയെ 2 കുട്ടികൾ ചേർന്ന് മർദ്ദിക്കുന്ന കാഴ്ച കണ്ടാണ് അന്ന അന്ന് സ്കൂളിലേക്ക് എത്തിയത്. അന്ന ജാക്കിൻ്റെ പക്കലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിച്ചു. ജോലി ചെയ്യുന്ന സമയത്തും വളരെ വിഷാദഭാവത്തോടെയാണ് അന്ന അന്ന് ക്ലാസ് റൂമിൽ ഇരുന്നിരുന്നത്. പിന്നീട് അന്ന മരണപ്പെട്ട അവളുടെ സ്കൂളിലെ പിയാനോ ടീച്ചറുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പോവുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് മരണമടഞ്ഞിരുന്ന ടീച്ചർ ശ്വാസം വലിക്കുന്നത് പോലെ അന്നയ്ക്ക് തോന്നിയിരുന്നു. അതോടെ അന്ന ഭീതിയോടെ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ അന്ന വെപ്രാളത്തോടെ തൻ്റെ ബാഗിലുണ്ടായിരുന്ന ഗുളികകൾ തിരഞ്ഞിരുന്നു. ഇത് അവിടെ ഉണ്ടായിരുന്ന ഏലിയറ്റെ വീക്ഷിക്കുകയാണ്. അന്ന് രാത്രിയിൽ അന്ന പോളിൻ്റെ പക്കലേക്ക് ചെന്നു. അന്ന് അന്നയ്ക്ക് നൽകാനായി പോള് ഒരു റിങ് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. വക്കീലായിരുന്ന പോളിന് സ്ഥാനക്കയറ്റം കിട്ടിയിരുന്നു. ഇതവൻ സന്തോഷത്തോടെ അന്നയെ അറിയിച്ചു. അതോടുകൂടി പോൾ തന്നെ ഇനി ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു ചിന്ത അന്നയിൽ ഉടലെടുക്കുകയാണ്. അതിനാൽ തന്നെ ഒരു കാരണവുമില്ലാതെ അന്ന പോളുമായി വഴക്കിടുകയാണ്. അതോടെ നീ നിൻ്റെ തലയ്ക്ക് സുഖമില്ലാത്ത അമ്മയെപ്പോലെ തന്നെയാണെന്ന് പോൾ അവളോട് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യത്തോടെ അന്ന പുറത്തേക്കിറങ്ങുകയും തൻ്റെ കാറെടുത്ത് അവിടെ നിന്നും പോവുകയുമാണ്. ഈ ഒരു സമയത്ത് ശക്തമായ മഴ പെയ്തിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവൾ തൻ്റെ ഫോണെടുത്ത് ആരെയോ വിളിക്കാനായി ശ്രമിച്ചിരുന്നു. അങ്ങനെ അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം അന്നയുടെ വാഹനം അപകടത്തിൽപ്പെടുകയാണ്. ശേഷം കാണിക്കുന്നത് ഏലിയറ്റിൻ്റെ മൃതദേഹങ്ങൾ ഒരുക്കുന്ന ഭവനത്തിൽ കിടക്കുന്ന അന്നയെയാണ്. അവളുടെ തലയിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. ഏലിയറ്റ് അവളുടെ മേൽവസ്ത്രങ്ങൾ കത്രിക ഉപയോഗിച്ച് വെട്ടിമാറ്റി. ചുവന്ന നിറത്തിലുള്ളൊരു വസ്ത്രമായിരുന്നു അന്ന് അന്ന ധരിച്ചിരുന്നത്. ഒരു സമയത്ത് ഞെട്ടലോടെ അന്ന ഉണരുകയാണ്. നീ മരിച്ചു കഴിഞ്ഞുവെന്ന് ഏലിയറ്റ് അന്നയോട് പറഞ്ഞു. അവൾ അയാളെ വിശ്വസിച്ചില്ല. അതോടെ ഏലിയറ്റ് അവളുടെ മരണ സർട്ടിഫിക്കറ്റ് അവളെ കാണിച്ചു. അവൾ അനങ്ങാനായി ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിച്ചിരുന്നില്ല. മരണപ്പെട്ട എല്ലാവരും ഇതുപോലെ തന്നെയാണ് പറയാറെന്ന് ഏലിയറ്റ് അവളോട് പറഞ്ഞു. ശേഷം ഏലിയറ്റ് അവിടെ നിന്നും പോവുകയാണ്. ഇതൊരു സ്വപ്നമാണെന്നും എത്രയും വേഗം ഉണരണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന നിലവിളിക്കുകയാണ്. ഇതേസമയം ഉറക്കത്തിലായിരുന്നപ്പോൾ അന്നയെ തിരയുകയായിരുന്നു. ഉടൻ തന്നെ പോൾ അന്നയുടെ ഫോണിലേക്ക് വിളിച്ചു. ആ കോൾ എടുത്തിരുന്നത് ഏലിയറ്റായിരുന്നു. നീ എൻ്റെ കൂടെ ചിക്കാഗോയിലേക്ക് വരണമെന്ന് പോൾ പറയുകയാണ്. പക്ഷേ ഏലിയറ്റ് ആ കോൾ അവഗണിക്കുകയും ഫോൺ ഒരു പേപ്പർ ബാഗിലേക്ക് ഇടുകയും ചെയ്തു. ഏലിയറ്റിൻ്റെ അലമാരയിൽ അതേപോലെയുള്ള നിരവധി പേപ്പർ ബാഗുകൾ ഉണ്ടായിരുന്നു. ഇതേസമയം പോൾ സ്കൂളിലേക്ക് ചെന്ന് അന്നയെ അന്വേഷിക്കുകയാണ്. അവൾ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി പോൾ അന്നയുടെ അമ്മയുടെ പക്കലേക്ക് പോയി. എൻ്റെ മകൾ മരിച്ചെന്നും നീ മഴയത്ത് അവളെ പോകാൻ അനുവദിച്ചതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചതെന്നും പറഞ്ഞ് അന്നയുടെ അമ്മ പോളിനെ കുറ്റപ്പെടുത്തി. ഈ ഒരു നിരാശാജനകമായ വാർത്ത കേട്ട് പോൾ അതീവ ദുഃഖിതനായി. നീ കാരണം എൻ്റെ മകൾ എന്നെ വെറുത്തുവെന്ന് ദേഷ്യത്തോടെ അന്നയുടെ അമ്മ അവനോട് പറഞ്ഞു. ഇതേസമയം ഏലിയറ്റ് അന്നയുടെ നെറ്റിയിലുള്ള മുറിവ് തുന്നിക്കെട്ടുകയായിരുന്നു. തന്നെ വിട്ടയക്കണമെന്ന് അന്ന കരഞ്ഞപേക്ഷിച്ചെങ്കിലും ഏലിയറ്റ് അത് അംഗീകരിച്ചില്ല. ശേഷം ഏലിയറ്റ് ഇഞ്ചക്ഷൻ കുത്തി അവളെ മയക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അന്നയുടെ അമ്മ അവിടേക്കെത്തി. ആ സ്ത്രീയുടെ ആവശ്യപ്രകാരം ഏലിയറ്റ് അന്നയെ അവരെ കാണിച്ചു. അമ്മയെ തനിച്ചാക്കി പോയെന്നും പറഞ്ഞ് ഈ ഒരു സമയത്തും അന്നയുടെ അമ്മ അവളെ കുറ്റപ്പെടുത്തുകയാണ്. അന്നയുടെ മുടി കറുപ്പ് കളറിലേക്ക് മാറ്റണമെന്ന് അവളുടെ അമ്മ ഏലിയറ്റിനോട് പറഞ്ഞു. ഇതേസമയം ജാക്ക് എന്ന അന്നയുടെ വിദ്യാർത്ഥി അവൾ മരണപ്പെട്ട വാർത്ത പത്രത്തിൽ നിന്നും വെട്ടിയെടുക്കുകയായിരുന്നു. ജാക്കിൻ്റെ അമ്മ മകനെ കാര്യമായി ശ്രദ്ധിക്കാത്ത കൂട്ടത്തിലായിരുന്നു. ഏലിയറ്റ് മൃതദേഹങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള തൻ്റെ ഉപകരണങ്ങൾ വൃത്തിയാക്കുകയാണ്. ഇതേസമയം അന്ന വീണ്ടും ഉണർന്നിരുന്നു. ആ ഒരു നേരത്തന്നയ്ക്ക് തൻ്റെ കൈകാലുകൾ ചലിപ്പിക്കാനായി സാധിക്കുന്നുണ്ടായിരുന്നു. അന്ന തൻ്റെ നാഡീമിടിപ്പ് പരിശോധിക്കുകയും വേദനയുണ്ടോ എന്ന് നോക്കാനായി മേശയിൽ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ തനിക്കിപ്പോഴും ജീവനുണ്ടെന്ന് അന്ന തിരിച്ചറിയുകയാണ്.
മേശയിൽ നിന്നും എഴുന്നേറ്റ് അവൾ അവിടുത്തെ ഫോണ് ഉപയോഗിക്കാനായി ശ്രമിച്ചു. അതേസമയം ഏലിയറ്റും ഫോൺ ഉപയോഗിച്ചിരുന്നതിനാൽ അത് ബിസിയായിരുന്നു. തന്നെ രക്ഷിക്കാനായി അന്ന നിലവിളിച്ചെങ്കിലും അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് അന്നയുടെ മൃതശരീരം കാണണമെന്നും പറഞ്ഞുകൊണ്ട് പോള് ഏലിയറ്റിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. പോള് അന്നയുടെ ബന്ധുവല്ലെന്നും പറഞ്ഞുകൊണ്ട് ഏലിയറ്റ് അതിനു സമ്മതിച്ചില്ല. അതോടുകൂടി ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. ഈ ഒരു സമയത്ത് തന്നെ പോളിൻ്റെ ശബ്ദം കേൾക്കാനിടയാവുകയാണ്. അവൾ അലറി വിളിച്ച് കരഞ്ഞെങ്കിലും നിർഭാഗ്യവശാൽ പോൾ അത് കേൾക്കാതെ അവിടെ നിന്നും മടങ്ങിപ്പോവുകയാണ്. ഏലിയറ്റ് വീണ്ടും അന്നയെ പൂട്ടിയിട്ടിരുന്ന ബേസ്മെൻറ്റിലേക്ക് ചെന്നു. പോളിനെ പറ്റി അവൾ ഏലിയറ്റിനോട് ചോദിച്ചെങ്കിലും അവ്യക്തമായ മറുപടിയാണ് അയാൾ അവൾക്ക് നൽകിയിരുന്നത്. നീ എപ്പോഴെങ്കിലും പോളിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ഏലിയറ്റ് അവളെ അനുനയിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. താൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും തന്നെ വെറുതെ വിടണമെന്നും അന്ന ഏലിയറ്റിനോട് പറഞ്ഞെങ്കിലും അയാളത് സമ്മതിച്ചില്ല. ഏലിയറ്റുമായുള്ള വഴക്കിനെ തുടർന്ന് പോള് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അവനൊരു അഭിഭാഷകനായതുകൊണ്ട് തന്നെ ഒരുവിധം പോലീസുകാർക്കും പോളിനെ അറിയാമായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പോള് അവിടെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പൂട്ടിയിട്ടിരുന്ന ഗാരേജിലേക്ക് പോയി. അങ്ങനെ അവൻ അന്നയുടെ കാറ് കണ്ടെത്തി അതിലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കരയുകയാണ്. ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി ഒരു പോലീസുകാരൻ അവിടേക്കെത്തി. അന്നയുടെ ഓർമ്മയിലിരുന്നിരുന്നപ്പോൾ അത് കണ്ട് പെട്ടെന്ന് ഞെട്ടി. അത് പോളിൻ്റെ കൂട്ടുകാരനായ പോലീസുകാരനായിരുന്നു. അന്നയുടെ കാറിനകത്തുണ്ടായിരുന്ന ഒരു പാവയുമെടുത്ത് പോൾ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി. ഇതേസമയം അന്ന ബേസ്മെൻറ്റിൽ അതിൻ്റെ പൂട്ട് തകർക്കാനായി ഒരു കത്തി കയ്യിലെടുത്തിരുന്നു. ഈ ഒരു സമയത്താണ് അവിടെ കിടന്നിരുന്ന മറ്റൊരു മൃതദേഹം അന്നയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ ആ മൃതദേഹത്തിൻ്റെ വിരിമാറ്റി നോക്കി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് ഏലിയറ്റ് ആ ബേസ്മെൻറ്റിലേക്ക് തിരികെ എത്തുന്നത്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് അന്നയുടെ പക്കലേക്ക് എത്തിയ ഏലിയറ്റിനെ അവൾ ആക്രമിക്കാനായി ശ്രമിച്ചു. എന്നിരുന്നാലും അവൾക്ക് അയാളെ കൊലപ്പെടുത്താനുള്ള മനോധൈര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് മരിച്ചവരുമായി സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നും നീ മരിച്ചെന്നും ഏലിയറ്റ് അന്നയോട് പറഞ്ഞു. നീ എന്തിനാണ് മരിച്ചിട്ടില്ലെന്നും പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് അയാൾ അന്നയോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ താൻ മരിച്ചെന്നും വിശ്വസിച്ച് വിഷാദത്തോടെ അന്ന ടേബിളിൽ കിടന്നു. അല്പസമയത്തിനു ശേഷം അന്ന ഉണർന്നു. ഈ ഒരു സമയത്ത് അവൾ കണ്ടിരുന്ന മൃതശരീരം കറുത്ത വസ്ത്രങ്ങളണിഞ്ഞ് മുടി ചെയ്യുകയായിരുന്നു. ഒരു സമയത്തന്നെ അവിടെ ഒരു ലോഹവാതിൽ തുറക്കുന്നതായി കാണുകയാണ്. അവിടേക്ക് ചെന്നന്ന കൈ നീട്ടിയതോടെ ആരോ അവളെ വലിച്ചുകൊണ്ടുപോയി. ഇരുട്ട് നിറഞ്ഞ ആ ഒരു ലോകം കണ്ട് അന്ന ഭയപ്പെട്ടു. ഈ നേരത്ത് ഒരു പെൺകുട്ടി അവളുടെ പക്കലേക്കെത്തി മരിക്കുന്നതാണ് നല്ലതെന്ന് അവളോട് പറയുകയാണ്. ഈ ഒരു സമയത്തന്നെ ഞെട്ടിയുണർന്നു. അപ്പോഴാണ് അതൊരു സ്വപ്നം മാത്രമായിരുന്നു എന്നുള്ള വസ്തുത അവൾ തിരിച്ചറിയുന്നത്. പിന്നീട് ദേഷ്യത്തോടെ അന്ന അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടു. ഇതേസമയം ഏലിയറ്റ് അന്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മൃതശരീരത്തെ പൂക്കൾ ഉപയോഗിച്ച് അലങ്കരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ജാക്ക് എന്ന അന്നയുടെ വിദ്യാർത്ഥി അവിടേക്കെത്തി. അന്നയുടെ മൃതസംസ്കാര ചടങ്ങ് എപ്പോഴാണെന്ന് ഏലിയറ്റിനോട് ചോദിക്കുകയാണ്. ഏലിയറ്റ് അവനെ ഒഴിവാക്കിക്കൊണ്ട് ബേസ്മെൻറ്റിലേക്ക് പോയി. അവിടെയെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കണ്ട് ഏലിയറ്റ് അന്നയോട് ദേഷ്യപ്പെട്ടു. ഇതേസമയം പോള് അന്ന ഹൃദയം പറിച്ചെടുത്ത് നിൽക്കുന്ന കാഴ്ച സ്വപ്നം കാണുകയാണ്. പൊടുന്നനെ പോള് ഞെട്ടിയുണർന്നു. ഈ സമയത്ത് അവനൊപ്പം അവൻ കൊണ്ടുവന്നിരുന്ന അന്നയുടെ പാവയുമുണ്ടായിരുന്നു. ഇതേസമയം ഏലിയറ്റ് മൃതദേഹത്തെ അണിയിക്കാൻ അന്നയുടെ അമ്മ കൊടുത്തിരുന്ന വസ്ത്രവുമായി അന്നയുടെ പക്കലേക്ക് ചെല്ലുകയാണ്. തനിക്ക് മരിക്കാൻ കഴിയുന്നില്ലെന്ന് അന്ന ഏലിയറ്റിനോട് പറഞ്ഞു. സംഭാഷണത്തിനിടെ അവൾ ഏലിയറ്റിൻ്റെ പക്കൽ നിന്നും താക്കോൽ മോഷ്ടിച്ചിരുന്നു. ഏലിയറ്റ് പോയതിനു ശേഷം അന്ന താക്കോൽ ഉപയോഗിച്ച് ബേസ്മെൻറ്റിൻ്റെ ഡോറ് തുറക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു സമയത്ത് ഏലിയറ്റ് താക്കോൽ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. നിർഭാഗ്യവശാൽ അന്ന വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചതും ഏലിയറ്റ് അവിടേക്ക് എത്തിയതും ഒരേ സമയത്തായിരുന്നു. മറ്റു മാർഗമില്ലാതെ അന്ന അവിടുത്തെ അടുക്കളയിൽ ഒളിച്ചിരുന്നു. പ്രാണരക്ഷാർത്ഥം അന്ന അടുക്കളയിൽ നിന്നും ഒരു കത്തിയെടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു. അന്ന പുറത്തേക്ക് കടക്കാനുള്ള എക്സിറ്റ് നോക്കി
ആ വീട്ടിലൂടെ ഓടുകയാണ്. ഈ സമയത്ത് അവൾ അവിടെ ഒരു ഫോൺ കാണുകയും അതുപയോഗിച്ച് പോളിനെ വിളിക്കുകയുമാണ്. പോള് ആ കോൾ എടുത്തിരുന്നെങ്കിലും ആരോ തന്നെ കബളിപ്പിക്കാനായി വിളിക്കുകയാണെന്നാണ് പോള് കരുതിയിരുന്നത്. ഇതേസമയം അന്ന ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ട് ഏലിയറ്റ് അവളെ പിടികൂടിയിരുന്നു. നീ മരിച്ചു കഴിഞ്ഞുവെന്ന് വീണ്ടും വീണ്ടും ഏലിയറ്റ് അവളോട് പറയുകയാണ്. ശേഷം ഏലിയറ്റ് അവിടെ ഉണ്ടായിരുന്നൊരു കണ്ണാടി മുഖം നോക്കാനായി അന്നയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വിളറി വെളുത്ത തൻ്റെ ശരീരം അതിലൂടെ കണ്ടതോടെ താൻ ശരിക്കും മരിച്ചുപോയെന്ന് അന്നയും തെറ്റിദ്ധരിച്ചു. ഒരു സമയത്ത് ജനലിലൂടെ ജാക്ക് അന്നയെ കണ്ടിരുന്നു. ഈ സമയത്ത് ജാക്കിനെ ഏലിയറ്റും കാണാനിടയായി. ഏലിയറ്റ് അവളെ ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ അമ്മയുടെ ആഗ്രഹപ്രകാരം അവളുടെ മുടിയിലെ കളർ കഴുകിക്കളഞ്ഞു. അല്പസമയത്തിനു ശേഷം മറ്റൊരു മൃതശരീരം ഒരുക്കാനായി ഏലിയറ്റിന് ഫോൺ കോൾ വന്നു. ഇതേസമയം പോള് അന്നയുടെ സാധനങ്ങൾ എടുക്കാനായി അവളുടെ സ്കൂളിലേക്ക് ചെന്നിരുന്നു. അന്നയുടെ ഷെൽഫിനകത്ത് അവൻ അയച്ചിരുന്ന കത്തുകളും മറ്റും ഉണ്ടായിരുന്നു. വിഷമത്തോടെ അതെല്ലാം കണ്ട് പോള് വിതുമ്പി. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അന്നയുടെ കൂടെ ഏലിയറ്റ് ബേസ്മെൻറ്റിലായിരുന്നു. ഏലിയറ്റ് പുതുതായി അങ്ങോട്ടേക്ക് തീർന്ന മൃതദേഹത്തിൻ്റെ വായ തുന്നിക്കെട്ടുകയായിരുന്നു. ശേഷം അവൻ കണ്ണിൽ ലെൻസ് വെച്ച് ആ മൃതദേഹത്തെ കൂടുതൽ സുന്ദരമാക്കി. തൻ്റെ ശരീരം പോൾ കണ്ടെന്നാണ് അന്ന കരുതിയിരുന്നത്. തന്നെ കണ്ട മാത്രയിൽ അവൻ കരഞ്ഞോ എന്ന് അന്ന ഏലിയറ്റിനോട് ചോദിച്ചു. ഇല്ലെന്ന് ഏലിയറ്റ് കള്ളം പറഞ്ഞു. ഈ ഒരു സമയത്തെല്ലാം താൻ മരിച്ചു കഴിഞ്ഞെന്നാണ് അന്ന വിശ്വസിച്ചിരുന്നത്. പിന്നീട് ഏലിയറ്റ് ഇഞ്ചക്ഷൻ കുത്തി വീണ്ടും അന്നയെ മയക്കുകയാണ്. സ്കൂളിൽ വെച്ച് പോളിനെ ജാക്ക് കണ്ടുമുട്ടി. അന്നയെ ഏലിയറ്റിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നുവെന്ന് ജാക്ക് പോളിനോട് പറഞ്ഞു. അവൾ ചുവന്ന വസ്ത്രമാണ് ഇട്ടിരുന്നതെന്ന് ജാക്ക് പോളിനെ അറിയിച്ചു. അപകടം സംഭവിക്കുന്നെന്ന് അവൾ ഇട്ടിരുന്നത് ചുവന്ന വസ്ത്രമല്ലെന്ന് പോള് തറപ്പിച്ചു പറഞ്ഞു. ജാക്ക് താൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചതോടെ ദേഷ്യത്തോടെ പോള് അവനെ അടിച്ചു. ഇതേ സമയത്ത് ഒരു പോലീസുകാരൻ ഏലിയറ്റിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അയാളുടെ അനിയൻ്റെ മൃതശരീരമായിരുന്നു അന്ന് ഏലിയറ്റ് ഒരുക്കിയിരുന്നത്. അനിയൻ്റെ മൃതശരീരം കാണാനായി ആ പോലീസുകാരൻ ഏലിയറ്റിനൊപ്പം അവൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോയി. ഈ സമയത്ത് മയങ്ങിക്കിടക്കുകയായിരുന്നു അന്ന. തലയൊന്ന് ചിരിച്ചിരുന്നു. ഇതാ പോലീസുകാരൻ കാണാനിടയാവുകയും ഏലിയറ്റ് പുറത്തേക്ക് പോയതിനു ശേഷം അയാൾ അന്നയുടെ പക്കലേക്ക് ചെല്ലുകയും ചെയ്തു. അയാൾ അന്നയെ മൂടിയിട്ടിരുന്ന തുണി പൊക്കി നോക്കിയ സമയത്താണ് ഏലിയറ്റ് അവിടേക്ക് തിരികെ എത്തുന്നത്. ഞെട്ടിത്തെറിച്ച അയാൾ അത് തനിക്ക് തോന്നിയതാകുമെന്നും കരുതി അവിടെ നിന്നും തിരിച്ചുപോയി. ഈ ഒരു സമയത്താണ് പോളിനെ അന്നയെന്ന് ചുവപ്പ് വസ്ത്രം അണിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. ഉടനടി അവൻ ഏലിയറ്റിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും അന്നയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുകയുമാണ്. പക്ഷേ ഏലിയറ്റ് അതിന് സമ്മതിച്ചില്ല. ദേഷ്യത്തോടെ അവൻ ഏലിയറ്റിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ഓടി. ബേസ്മെൻറ്റിൻ്റെ വാതിൽക്കലിൽ നിന്നുകൊണ്ട് അവൻ അന്നയെ അലറി വിളിച്ചെങ്കിലും താൻ മരിച്ചെന്ന് കരുതിയിരുന്ന അന്ന അവന് മറുപടി കൊടുത്തിരുന്നില്ല. അങ്ങനെ വിഷമത്തോടെ പോള് അവിടെ നിന്നും തിരിച്ചുപോയി. അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് തൻ്റെ സംശയങ്ങൾ അവരെ അറിയിച്ചു. കാമുകി മരിച്ചത് മൂലമുള്ള മാനസിക വിഭ്രാന്തി മൂലം അവൻ വെറുതെ പറയുന്നതാണെന്നാണ് പോലീസുകാർ കരുതിയിരുന്നത്. ഇതേസമയം ഏലിയറ്റ് മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായി അന്നയുടെ ശരീരം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് അന്ന ഏലിയറ്റിനോട് പറഞ്ഞു. പിന്നീട് ഏലിയറ്റ് ആ ഒരു പോലീസുകാരൻ്റെ അനിയൻ്റെ മൃതദേഹത്തെ ഒരു കോമാളിയെ പോലെയാക്കി അതിനോട് സംസാരിക്കുകയാണ്. അതിൽ നിന്നു തന്നെ ഏലിയറ്റ് ഒരു സൈക്കോയാണെന്നുള്ള വസ്തുത വെളിപ്പെടുകയാണ്. പിന്നീട് ജാക്ക് ഏലിയറ്റിൻ്റെ ആ ഒരു വീട്ടിലേക്ക് ചൊല്ലുകയാണ്. അന്ന് ആ ഒരു പോലീസുകാരൻ്റെ അനിയൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു. ഈ ഒരു സമയത്ത് ഏലിയറ്റ് അന്ന ശരിക്കും മരിച്ചിരുന്നുവെന്നും തനിക്ക് മരിച്ചവരോട് സംസാരിക്കാനുള്ള കഴിവെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് ജാക്കിനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അതോടെ അന്ന ശരിക്കും മരിച്ചുപോയെന്ന് ജാക്കും കരുതുകയാണ്. അത് കഴിഞ്ഞ് ഏലിയറ്റ് അന്നയുടെ ശരീരം അടക്കം ചെയ്യാനുള്ള കുഴി കുഴിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജാക്ക് അവിടേക്ക് എത്തിയിരുന്നു. മരിച്ചവർ അടക്കം ചെയ്യുന്നതുവരെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്നെല്ലാം ഈ സമയത്ത് ഏലിയറ്റ് ജാക്കിനോട് പറഞ്ഞിരുന്നു. ശേഷം ഏലിയറ്റ് അന്നയുടെ ശവസംസ്കാര ചടങ്ങിനായി അവളുടെ അവസാന ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഈ സമയത്ത് അന്ന തനിക്ക് അവസാനമായി കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കണമെന്ന്
ഏലിയറ്റിനോട് പറയുകയാണ്. അതോടെ ഏലിയറ്റ് ഇഞ്ചക്ഷൻ കുത്തി മയക്കുന്നതിനും മുൻപ് കണ്ണാടി അവളെ കാണിച്ചു. താൻ ശ്വാസം വിടുമ്പോൾ അത് കണ്ണാടിയിൽ ഘനീഭവിക്കുന്നത് കണ്ടതോടെ താൻ മരിച്ചിട്ടില്ലെന്നുള്ള സത്യം അന്ന ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. സത്യങ്ങൾ മനസ്സിലാക്കി അന്ന രക്ഷപ്പെടാനായി ശ്രമിച്ചതോടെ ഏലിയറ്റ് ഇഞ്ചക്ഷൻ കുത്തി അവളെ മയക്കി. ശേഷം ഏലിയറ്റ് അവളുടെ ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ ജീവനുള്ള അന്നയുടെ ശവസംസ്കാര ചടങ്ങ് ആരംഭിക്കുകയാണ്. അവളുടെ അമ്മയടക്കം അവിടെയുണ്ടായിരുന്ന ഏവരും ചടങ്ങിൽ പങ്കെടുത്ത് പൊട്ടിക്കരഞ്ഞു. വിഷമത്തോടെ അവിടേക്ക് എത്തിയപ്പോൾ വിവാഹമോതിരം അവളെ അണിയിച്ചു. ഈ ഒരു സമയത്ത് അവൾ ചെറുതായി ഒന്ന് ചുണ്ടനക്കുന്നത് പോൾ കണ്ടിരുന്നു. എന്നാൽ അവളുടെ ശരീരം തണുത്ത് മരവിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു. അതിനാൽ തന്നെ അത് തൻ്റെ തോന്നലായിരിക്കുമെന്ന് പോൾ കരുതി. അങ്ങനെ അവൾ ശരിക്കും മരിച്ചെന്ന് തെറ്റിദ്ധരിച്ച് പോൾ അവിടെ നിന്നും വിഷമത്തോടെ തിരിച്ചു പോവുകയാണ്. ഇതേസമയം മരുന്നിൻ്റെ ഡോസ് കഴിഞ്ഞ് അന്ന വീണ്ടും ശ്വാസം വലിച്ചു തുടങ്ങിയിരുന്നു. ഇക്കാര്യം ആരും അറിയാതിരിക്കാനായി ഉടൻ തന്നെ ഏലിയറ്റ് അവളുടെ മഞ്ച അടച്ചു. അങ്ങനെ ഏവരും അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. പിന്നീട് ഏലിയറ്റ് അവനിതേ രീതിയിൽ കൊന്നിരുന്ന നൂറുകണക്കിന് പേരുടെ ഫോട്ടോയുടെ ഇടയിൽ അന്നയുടെ ഫോട്ടോയും ചേർക്കുകയാണ്. ജീവനുള്ളവരെ മരിച്ചെന്നും വിധി എഴുതി കുഴിച്ചിടുന്നത് ഏലിയറ്റിൻ്റെ ഒരു ഹോബിയായിരുന്നു. കുഴിച്ചിട്ടിരുന്ന അന്നയ്ക്ക് മണിക്കൂറുകൾക്ക് ശേഷം ബോധം വന്നു. രക്ഷപ്പെടാനായി അവൾ തൻ്റെ മഞ്ചയിൽ ശക്തമായി അടിച്ച് നിലവിളിച്ചെങ്കിലും ആരും തന്നെ അത് കേട്ടിരുന്നില്ല. രാത്രിയിൽ അന്നയുടെ ശവസംസ്കാര ചടങ്ങിനോടനുബന്ധിച്ചുള്ള അത്താഴ വിരുന്ന് നടക്കുകയാണ്. വിഷമത്തോടെ പോൾ അവിടെ വെച്ച് അമിതമായി മദ്യപിച്ചിരുന്നു. ഈ സമയത്ത് ഏലിയറ്റ് അവൻ്റെ പക്കലേക്ക് ചെന്ന് അന്ന ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ഇനിയധികം സമയമില്ലെന്നും എത്രയും വേഗം ശ്മശാനത്തിലേക്ക് ചെല്ലുവാനും പോളിനോട് പറയുകയാണ്. ദേഷ്യത്തോടെ പോൾ ഏലിയറ്റിനെ ആക്രമിക്കാൻ തുനിഞ്ഞു. അവനിത് മദ്യപിച്ച് ലക്കുകെട്ട് ചെയ്യുന്നതാണെന്നാണ് അവിടെയുണ്ടായിരുന്ന ഏവരും കരുതിയിരുന്നത്. ഇതേസമയം ആവട്ടെ ജാക്ക് ഏലിയറ്റിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഒരു കോഴിക്കുട്ടിയെ ജീവനോടെ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു. ഈ ഒരു സമയത്ത് പോൾ അതിവേഗത്തിൽ ശ്മശാനത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം അന്ന തൻ്റെ ശവപ്പെട്ടിയിൽ കിടന്ന് ഉറക്കെ നിലവിളിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ അന്നയുടെ ശ്വാസം നിലച്ചു. അമിത വേഗത്തിലുള്ള ഡ്രൈവിങ്ങിനിടെ പോൾ ഒരു ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടിരുന്നു. അത് വകവയ്ക്കാതെ പോൾ തൻ്റെ ഡ്രൈവിംഗ് തുടർന്നു. ആംബുലൻസ് കടന്നു പോയിരുന്ന ആ ഒരു വഴിയിൽ ജാക്കിനൊപ്പം മറ്റൊരു കാറിൽ ഏലിയറ്റുമുണ്ടായിരുന്നു. ഇതേസമയം പോൾ ശ്മശാനത്തിലേക്ക് എത്തുകയും ശവക്കുഴി തോണ്ടി അന്നയെ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവനവളെ ചുംബിക്കുകയും അന്ന ഉണരുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് അത് തൻ്റെ സ്വപ്നം മാത്രമായിരുന്നു എന്നുള്ള വസ്തുത പോൾ വേദനയോടെ തിരിച്ചറിയുന്നത്. സത്യത്തിൽ പോളിൻ്റെ കാറ് അപകടത്തിൽപ്പെടുകയും അവനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. കണ്ണു തുറന്ന അവൻ കാണുന്നത് തനിക്ക് മുകളിൽ നിൽക്കുന്ന ഏലിയറ്റിനെയാണ്. അവനിപ്പോൾ ഏലിയറ്റിൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിലുള്ള ടേബിളിലാണ്. ഏലിയറ്റ് അവൻ്റെ ഷർട്ട് കീറുകയും അന്നയെ ചെയ്തിരുന്നത് പോലെ നീ മരിച്ചെന്നും പറഞ്ഞ് അവനെ വിശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയുമാണ്. നീ സെമിത്തേരിയിൽ എത്തിയിട്ടില്ലെന്ന് ഏലിയറ്റ് അവനോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് ഏലിയറ്റിനൊപ്പം ജാക്കും ഉണ്ടായിരുന്നു. പോൾ മരിച്ചെന്നും പറഞ്ഞ് ഏലിയറ്റ് ജാക്കിനെ വിശ്വസിപ്പിച്ചിരുന്നു. പിന്നീട് ഏലിയറ്റ് പോളിൻ്റെ ശരീരത്തിലേക്ക് എംബാമിങ് കുത്തിവെക്കുകയാണ്. വേദനയാൽ പൊളഞ്ഞ് പോൾ മരണപ്പെടുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.